മൂവീസിൻ്റെ കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. ഡൈസ് ഈറ എന്ന് പറയുന്ന ഈ ഒരു പ്രണവ് മോഹൻലാൽ നായകനായി വന്ന രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത ഈ ഒരു മൂവി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ആദ്യത്തെ സിനിമയായ ഭൂതകാലം രാഹുൽ സദാശിവൻ്റെ അതും വളരെ ടെറിഫിക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ജേണലിൽ വന്ന ഈ ഒരു ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു മൂവിയായിരുന്നു. വളരെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയ ഒരു മൂവി. അത് കഴിഞ്ഞ് മമ്മൂട്ടിയെ വെച്ച് ബ്രഹ്മയുഗം പോലൊരു അടിപൊളി സിനിമ. അതിനുശേഷം വരുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷയൊക്കെ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്റ്റ് എക്സ്പീരിയൻസിൽ തരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവിയുടെ മേക്കിങ്ങും വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ രാഹുൽ സദാശിവൻ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കും. കാരണം ഹൊറർ മൂവീസിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുകയാണ് ഈ ഒരു സംവിധായകൻ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ഇതിൽ വരുന്ന ആ ഒരു റിവല്യൂഷൻ ആണെങ്കിലും, സോ പിന്നെ അങ്ങോട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. സ്കെയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ടെറിഫിക് ആയിട്ടുള്ള നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസസ് ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മേജർ ഹൈലൈറ്റ്. ഇതിലെ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ്. സോ അദ്ദേഹം നല്ല ഒരു റിച്ച് ആയിട്ടുള്ള വീട്ടിലെയാണ്. സോ അതിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോബ്ലം, അദ്ദേഹത്തെ വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ സത്യങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഉൾപ്പെടുന്ന റെവല്യൂഷനും ട്വിസ്റ്റ് ആൻഡ് ടേൺസും ടെറിഫിക് സീക്വൻസസും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. ഇൻ്റർവെൽ പോയിൻറ്റ്സ് ആണെങ്കിലും ഈ ഒരു ക്ലൈമാക്സ് ആണെങ്കിലും സിനിമ എൻ്റയർലി നമ്മളെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഹൊറർ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു മൂവിയുടേത്. സോ അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരു സ്കെയറി സീക്വൻസസ് വർക്കൗട്ട് ആവണമെങ്കിൽ ആ ഒരു സൗണ്ട് എഫക്ട്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അത് ഭയങ്കര നല്ല ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് പല സീക്വൻസസിലും. സോ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ്, മെച്യൂർഡായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവന്നിരിക്കുന്ന രീതിയും ആ ഒരു അദ്ദേഹത്തിൽ കൂടിയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ സ്ട്രഗിൾസൊക്കെ മനസ്സിലാവുന്നത്. സോ അത് വളരെ ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്.